പാലക്കാട് ലോറിയിൽ നിന്ന് ഇറങ്ങിയോടി ആന പട്ടാമ്പി നേർച്ചയ്ക്കെത്തിച്ച അക്കരമേൽ മുത്തുവാണ് പാപ്പാൻ ചായ കുടിക്കാൻ പോയപ്പോൾ ഇറങ്ങിയോടിയത്. ആനയുടെ ആക്രമണത്തിൽ തമിഴ്നാട് സ്വദേശിക്ക് പരിക്കേറ്റു. ആനയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ പശു ചത്തു. എലഫന്റ് സ്ക്വാഡ് എത്തിയാണ് ആനയെ ശാന്തനാക്കിയത്. പാലക്കാട് തിരുനെല്ലായ്ക്ക് സമീപം വടക്കുമുറിയിൽ ഡ്രൈവർ ചായ കുടിക്കാൻ ലോറി നിർത്തിയപ്പോഴാണ് ആന ഇറങ്ങിയോടിയത്. പുലർച്ചെ 4 മണിയോടെയായിരുന്നു സംഭവം. ഇരുട്ടായതിനാൽ ആനയെ വേഗത്തിൽ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. വടക്കമുറി പമ്പിൻ്റെ ഇടയിൽ നിർത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് എന്തോ സൗണ്ട് കേട്ട് ആന ഇറങ്ങി ഓടി വന്നതെന്ന് പറയാനായിട്ട്. ഇവിടെ വന്നിട്ട് നമ്മുടെ തൊട്ടടുത്ത വീട്ടിലൊരാളുടെ മാടിൻ്റെ തൊഴുത്ത് പൊളിച്ചിട്ടുണ്ട്, ഒരു മാട്ടുകുട്ടി ചത്തിട്ടുണ്ട്. ഇറങ്ങി ഓടിയ ആന പ്രദേശത്ത് നിരവധി നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി. നിരവധി വീടുകൾക്കും കടകൾക്കും ആന കേടുപാട് വരുത്തിയിട്ടുണ്ട്. ആടുമേയ്ക്കാൻ പോയ തമിഴ്നാട് സ്വദേശിക്ക് ആനയുടെ ആക്രമണത്തിൽ പരിക്കേറ്റു. കലാധരൻ എന്നയാളുടെ വീട്ടിലെ പശുവിനെ ആന ആക്രമിച്ചു. ഒരു കിടാവിനെ ചവിട്ടിക്കൊന്നു. ഞങ്ങളൊരു 6 മണി 6:05 6:10 ഉള്ളിലാണ് ആന കണ്ടത്. ഞങ്ങൾ പാല് കറന്ന് പാൽ ഒഴിക്കാൻ പോകുമ്പോഴേ പറഞ്ഞ ആന വരണ്ട് വന്നിട്ടുണ്ട് എന്ന്. അപ്പോൾ ഞങ്ങൾ പോയി പാലൊക്കെ ഒഴിച്ച് വീട്ടിൽ വന്നിരുന്ന് ചായ കുടിക്കാൻ ഇരിക്കുമ്പോഴാണ് ഇവിടെ സൗണ്ട് കേട്ട് നോക്കണം. ആന ഇതിലേ വന്നു. ഞങ്ങൾ വെളിയിൽ പോയി നോക്കുമ്പോൾ അങ്ങനെ ഇതിൽ കടന്നു വന്നു. ഇവിടുത്തെ വെള്ളം കുടിച്ചു. ആ പാത്രത്തിനൊക്കെ തട്ടിമറിച്ച് തിരിഞ്ഞിങ്ങടെ തൊഴുത്തിന് തട്ടി. അത് കണ്ട് പേടിച്ച് മാട് വെളിയിലേക്ക് പോയി, കുറ്റിയോടെ പൊഴങ്ങിപ്പോയി. അപ്പം ഞങ്ങളിത് നോക്കണില്ല, കുട്ടി മാട് പോയതൊന്നും കണ്ടില്ല. പിന്നെ ഞങ്ങൾ ആന പോയ ശേഷമാണ് നോക്കാൻ പറ്റുന്നപ്പോഴാണ് മാടിനെ നോക്കണം. മാടിൻ്റെ ഒരു കൈ ഒടിഞ്ഞു പോയി, കുട്ടി ചത്തുപോയി. 3.5 മണിക്കൂർ പിന്നിട്ട് 7:30ഓടെയാണ് അമ്പാട്ടു ഭാഗത്തെ പറമ്പിൽ ആനയെ കണ്ടെത്തിയത്. തുടർന്ന് എലഫന്റ് സ്ക്വാഡ് അംഗങ്ങളും പാപ്പാന്മാരും ചേർന്നാണ് ആനയെ തളച്ചത്. ഇതിനിടെ പട്ടാമ്പി ദേശീയോത്സവ ആഘോഷത്തിനിടെ സംഘർഷത്തിലേർപ്പെട്ടവർ ആനയെ ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു. ദേശീയോത്സവത്തിലെ ടീം കാസിനോ, ടീം കമാൻഡോസ് എന്നിവർ തമ്മിലായിരുന്നു സംഘർഷം. കാസിനോ ടീം അംഗം ആനയെ ആക്രമിക്കുന്ന ദൃശ്യമാണ് പുറത്തുവന്നത്. ഈ സംഘർഷത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർക്കും പരിക്കേറ്റിട്ടുണ്ട്. 24 പാലക്കാട്.